സുഖമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ ഈ ബീഡി എന്ന് പറയുന്ന അദ്ദേഹത്തോട് എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് ചിത്രങ്ങളുണ്ടല്ലോ ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്ന, ചിന്തിക്കുന്ന സമയത്ത് ബീഡി വലിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ഒരുപാട്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു ഏകാന്തതയുണ്ട്. ആ ഏകാന്തതയിൽ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് ഒരു മുറിബീഡി മാത്രമായിരിക്കും. അത് ഈ വീട്ടിൽ നമ്മൾ വന്നാലും കാണാൻ സാധിക്കും. അദ്ദേഹം രാവിലെ ഈ കൊട്ടാരൻ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോഴും ആ ഒരു കയ്യിൽ മുണ്ടിൻ്റെ ഒരു തലയും മറ്റേ കയ്യിൽ ഒരു സിഗരറ്റ് ബീഡി കുറ്റിയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ആളുകളും അദ്ദേഹത്തോട് അത്രമേൽ ഹൃദയബന്ധമുള്ള ആളുകൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. വലിയൊരു ആൾക്കൂട്ടത്തെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. വലിയൊരു ആൾക്കൂട്ടം ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ എത്ര നിശബ്ദമായിട്ടാണ് കടന്നു പോകുന്നത്. ഒരു ഉന്തും തള്ളും തിക്കും തിരക്കും അതില്ല. അത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് സത്യത്തിൽ സാർത്ഥകമായ ജീവിതം എന്ന് ഞാൻ പറയും. കാരണം 91 വയസ്സ് കഴിഞ്ഞു. അപ്പം ഈ കാലത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചതൊക്കെ എഴുതി. ഒരു പക്ഷേ ഇനിയും എഴുതണമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിലപ്പുറം അദ്ദേഹത്തിന് വായിക്കണമെന്നായിരുന്നു ആഗ്രഹം. ആ വായന അദ്ദേഹം കഴിയുന്നിടത്തോളം കാലം കൊണ്ടുപോയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ എഴുത്തുകാരെ പോലും അദ്ദേഹം വായിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ജീവിതം അദ്ദേഹം ജീവിച്ച് തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. നഷ്ടബോധം അതെന്ന് പറയുന്നത് മലയാളികൾക്കാണ് സംഭവിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടബോധം നമുക്കാണ് നഷ്ടം. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ആ ഒരു വട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുക എന്ന് പറയും. 84 വയസ്സ് പൂർത്തിയാകുമ്പോൾ 1000 ആ അർത്ഥത്തിലും ജീവിതം സാർത്ഥകമാണ്. എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ജീവിതം ഒരു സാർത്ഥക ജീവിതമായി തന്നെ കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ കണക്കാക്കണം. വലിയ വിവാദങ്ങളിലേക്കൊന്നും ജീവിതം കൊണ്ടുപോകാതെ എഴുത്തിൽ ഗൗരവത്തോടെ എഴുത്തിൽ നിന്നുകൊണ്ട് എന്താ പറയുക, ഒരുപാട് പുതിയ തലമുറയെ പ്രോത്സാഹനമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരുപാട് കൃതികളും ഉണ്ടല്ലോ അദ്ദേഹത്തിന്.